അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ യശ്വനും കൂട്ടി ഒരു പർച്ചേസിന് ഇറങ്ങിയാണ്. അപ്പോൾ പർച്ചേസിന് എന്ന് പറഞ്ഞാൽ യശ്വ ഇവിടെ വന്നിട്ട് പിന്നെ അടുക്കളയിൽ ഇതുവരെ കയറിയിട്ടില്ല അല്ല എന്നും കയറലുണ്ട്. പക്ഷെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാൻ വേണ്ടി കയറിയില്ല. ഓളും ഉമ്മി എന്നിങ്ങനെ കുക്ക് ചെയ്യണൊക്കെ കാണാനല്ലാതെ ഓൾ ഒറ്റക്കൊരു സാധനം നമുക്ക് ഇതുവരെ ഉണ്ടാക്കി തന്നില്ല. അപ്പോൾ ഇന്ന് ഓളൊരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞത്. ഏതാണ് സാധനം? എന്താണ് ഐറ്റം? എന്താണ്? എന്താണ്? ഉന്നക്കായ. ഓ, കോഴിക്കോടൻ ഉന്നക്കായ, പൊക്കവട. ഇത് രണ്ടാണ് എൻ്റെ ആളുകളെ ഞെട്ടിച്ച ഐറ്റം. ഉണ്ടാക്കി. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉണ്ടാക്കണുള്ളൂ? വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടോ? അപ്പോൾ ഉന്നക്കായും പിന്നെന്താണ്? പൊക്കവടയും. ഉന്നക്കായും പൊക്കവടയാണ് നശ്വ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കണത്. അപ്പോൾ പിന്നെ നാളെ ഇനി പോളോളെ വീട്ടിൽ പോകും അല്ലേ, പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇന്ന് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് കാണണമല്ലോ. ഇതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ അടുക്കളയിൽ കയറി പേർക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയിക്കണം. നോമ്പ് തുടങ്ങി അന്ന് മുതൽ. പിന്നെ ഈ ഒരു നോമ്പ് തുറക്കാൻ നേരത്തെ ഇതിൻ്റെ ഒരു കൈ സഹായം തന്നെയാണ് അവിടെ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഓളെ ഈ ഉണ്ടാക്കി തരാൻ ഈ സംഭവം ഓളൊറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്യട്ടെ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ ചെറുതായിട്ടൊക്കെ? ഓക്കെ. അപ്പം ഫുൾ ഡയലോഗാണ്. ഇപ്പം ആ പരിസരത്തേക്ക് വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിക്കോളാം, ഞാൻ അതൊന്നും നെല്ലി തുടങ്ങിയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ തൊള്ളയാണ്. അപ്പം ഇനി എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ എന്തിനാണ് പോകണത്? നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകണം ഞങ്ങൾ. അപ്പം ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കണമല്ലോ. അപ്പം എന്തായിരുന്നീ, അപ്പോൾ അളിയാക്ക രാവിലെ വന്നപ്പോൾ പറഞ്ഞു, അളിയാക്കൊക്കെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കണം ഇവിടെ നമ്മളെ പൂക്കോട്ടും പാടത്ത്, നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ അളിയാക്ക എന്നോട് രാവിലെ പറഞ്ഞു, എന്നാൽ സാധനം അവിടെ പോയി എടുത്തോണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്ലാൻ ഉണ്ട് അളിയാക്ക ഓള് കുക്ക് ചെയ്യാൻ ഇറക്കണേന്ന് പറഞ്ഞപ്പോൾ സാധനം അവിടെ പോയി എടുത്തോണ്ടി. അപ്പോൾ ഞാനും വിചാരിച്ച് നല്ലതാണ് എന്നാൽ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അതിന് പൈസ എടുത്ത് വാങ്ങിയാണ്ട് കോളാക്കി ഉണ്ടാക്കിയാൽ ആ പൈസ വെറുതെ വേസ്റ്റ് ആകണ്ടല്ലോ. അപ്പോൾ അളിയാക്കാണ് നമുക്ക് ഈ സാധനങ്ങൾ എന്ത് ചെയ്തിരിക്കണത്, സ്പോൺസർ ചെയ്തിരിക്കണത്. അപ്പോൾ അളിയാക്കാൻ്റെ സൂപ്പർ മാർക്കറ്റ് പോവുകയാണെങ്കിൽ അവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് തരാം, പിന്നെ സാധനം പർച്ചേസ് ചെയ്യണമൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഓൾ കുക്ക് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. അല്ലേ, സെറ്റപ്പാക്കി ഉണ്ടാക്കൂലേ? പറയിപ്പിച്ചില്ലല്ലോ. സംഭവം അടിപൊളിയായിട്ട് ഉണ്ടാക്കൂട്ടെ. നാളെ എന്തൊരു സംഭവം ഉണ്ടാക്കില്ല? എന്ത് ഫ്രൈഡ് റൈസ് ആണ് എൻ്റെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഉണ്ടാക്കിയത്? എന്താണ്? എഗ് ഫ്രൈഡ് റൈസ്. എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ പക്കയാണ്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അതേമാതിരി പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഉന്നക്കായും പൊക്കവടയൊക്കെ ആവുന്നില്ല ഒരു ഇതിൽ കേട്ടോ. സംഭവം ഞാൻ എണ്ണക്കടികൾ പരമാവധി ഒഴിവാക്കലാണെങ്കിലും ഇന്നിപ്പോൾ ഉണ്ടാക്കണ ഒരു ഉന്നക്കായി ഒരു പൊക്കവട ഞാൻ തിന്നു പോരെ. എന്നിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയണ്ട്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോൾ ബാക്കി സാധനം വാങ്ങാം കേട്ടോ. എന്തൊക്കെ വേണ്ടി? നേന്ത്രപ്പഴം. എന്താണ്? നേന്ത്രപ്പഴം. വാ, എന്തുണ്ടാക്കണേ? ഉന്നക്കായല്ലേ? നേന്ത്രപ്പഴല്ലേ ചേച്ചി? നേന്ത്രപ്പഴല്ലേ? നേന്ത്രപ്പഴം അടിക്കും. ആ, 1 കിലോ അല്ലേ? 1 കിലോ എന്നാ ഞാൻ എടുക്കാം. നേന്ത്രപ്പഴം ആദ്യം തന്നെ വീണ് തലയൊക്കെ പൊട്ടി. 1 കിലോ അല്ലേ അത് വേണ്ടേ? ഒരു നേന്ത്രപ്പഴം. പിന്നെന്താ വേണ്ടേ? കുറച്ച് കാഷ്നട്ട്. ഇനി അണ്ടിപ്പരിപ്പൊക്കെ എവിടെ വെച്ചേ? ചെറിയ പാക്കറ്റ് മതി. ആ, ഒരു അണ്ടിപ്പരിപ്പ് ഇത് മതിയോ? മുന്തിരി വേണ്ടേ? മുന്തിരി ഏത് മുന്തിരിയാ? വടിവാളാണോ? ഏതെങ്കിലും അവസരത്തിൽ ഉപയോഗം വന്നാലോ? എനിക്ക് ഉപയോഗം വരിക അവിടെ തന്നെ വെച്ചേക്കാം. ഇജ്ജ് പറ, സമയമല്ല. എന്താ വണ്ടി? വടിവാള്, കമ്പിപ്പാര, കോടാലി, കത്തി, പെരിച്ചായിപ്പെട്ടി. വെള്ളം വടിച്ചു കളയണ ഇതോ? അവിടെ അല്ല, അവിടെ ഉണ്ട്. എന്നാലും ഒരു പൂതിക്കുന്നു. അവിടെ ഉണ്ടോ? ഇല്ല സാധനം പിന്നെ നമ്മൾ വാങ്ങേണ്ടത് വല്ല ആവശ്യത്തിന്. അടുക്കളയിൽ ഒന്നില്ല അത് ദെൻ കമോൺ. ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങാം. കമോൺ. ഇനി അടുത്തെന്താ? ഒരു വാട്ടർ ബോട്ടിൽ. വാട്ടർ ബോട്ടിൽ എന്തിനാ? വെള്ളം കുടിക്കാൻ. കുപ്പി ഉണ്ടാകുമ്പോൾ വെള്ളം കൂടി കൂടും. നല്ല ഭംഗിയുള്ള കുപ്പിയിലെ വെള്ളം. ഭംഗിയ അല്ല, കുപ്പിന്റെ ഭംഗിയിലല്ല നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. ഒരു സോപ്പ് വെക്കണത് ജയറാം ഉണ്ടല്ലോ ഒരു പടത്തില്, ആ പെണ്ണിന് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പോകും. ബിന്ദു ഇത് വാങ്ങൂ. സോപ്പ് കിട്ടി. ഇങ്ങനത്തെ സോപ്പ് ഇട്ടിന്റെ പ്രശ്നം എന്താ വെച്ചാല് അപ്പൊ സോപ്പ് കിട്ടി നമുക്ക് വേണ്ട. വേറെന്താ? ഒരു ലൂഫ് വാങ്ങി തരുമോ? എന്താണ്?
കുടിക്കാനൊരു ഇൻട്രസ്റ്റ് കൂടും. എന്തിന്? ലൂഫ് വാങ്ങിയാല്. ഇതോ? ആ ഈ ചണ്ടിനൊക്കെ പ്രശ്നം കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന ചണ്ടിയാണ്. അതായത് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ട് അത് ഉണ്ടാക്കണേ. നമുക്ക് നമ്മളെ തേങ്ങയുടെ ഉള്ളിൽ ചെകിരി ഉണ്ടല്ലോ, അതുകൊണ്ട് വരച്ച് കുളിച്ചാൽ കിട്ടുന്ന സുഖം ഇതുകൊണ്ടൊന്നും കിട്ടില്ല കുട്ടിയെ. ഇമ്മാനോട് ചിക്കൻ മസാല എന്തേ വേണോ ചോദിച്ചോ. ചിക്കൻ പ്രശ്നമാണ്. വണ്ടി നോക്കിയെടുത്തോ. ചിക്കൻ മസാല പിക്കൽ പൗഡർ എന്താ വേണ്ടേ? പൊടികൾ എന്തേലും വേണോ ആലോചിക്കാൻ. എന്ത് പൊടിയാ വേണ്ടേ? ചിക്കൻ മസാലപ്പൊടി. ചിക്കൻ വാങ്ങിയാലല്ലേ ചിക്കൻ മസാലപ്പൊടിന്റെ ആവശ്യമുള്ളൂ. ഞാൻ ഒറ്റക്ക് വാങ്ങിക്കോളാം. കിടക്ക് എന്താണ് ബ്രോസ്റ്റ്, അൽഫാം മസാല, എവിടെ തന്തൂരി മസാല. നമ്മൾ അൽഫാം ഉണ്ടാക്കണില്ലല്ലോ. ഉണ്ടോ? ഇങ്ങക്കെല്ലാം തിന്നാൻ പറ്റാത്ത ഞങ്ങൾക്ക് തിന്നാലോ. ആയിക്കോട്ടെ ഡീ, നമ്മക്ക് തിന്നാൻ പറ്റാത്ത തെരഞ്ഞു പിടിച്ചുണ്ടാക്കുമല്ലോ ഇപ്പൊ നിങ്ങളൊക്കെ. നുറുക്ക് ഗോതമ്പുണ്ട്. നോമ്പ് നോറ്റ് തിന്ന് നോമ്പ് പറ്റിയുണ്ട്. എപ്പോൾ സാധനം വാങ്ങാൻ പോയാലും അരിപ്പിടി പോയാല് ഇതൊക്കെ ഒരു പൊതു തത്വമാണ്. അരിപ്പിടി പോയാല് വെറുതെ ചാക്കുന്ന 2 അരി എടുത്താണ്ട് വെറുതെ തൊള്ളേക്ക് എന്താ വെച്ചാൽ വലിയ വലിയ ആൾക്കാർക്ക് അങ്ങനെ വന്നാണ്ട് അരി നോക്കും, വെറുതെ തൊള്ളേക്ക് ഇടാണ്ട്. ഞാൻ പണ്ട് ഇപ്പാൻ്റെപ്പൊക്കെ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇപ്പൊക്കെ അങ്ങനെയാണ്. അരി ഇട്ടാണ്ട് ഇങ്ങനെ കടിച്ചു നോക്കിയാണ്ട് ഓരോ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ശീലം എനിക്കും അങ്ങ് വെറുതെ അരി പലർക്കും വേണ്ടി പോയാൽ അരിച്ചാക്കുന്ന വെറുതെ 2 അരി എടുത്താണ്ട് തൊള്ളേക്ക് ഇടും. ആ ഇതിലിട്ടാണ് തുപ്പി കളഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അളിയാക്കാൻ്റെ ഏട്ടൻ്റെയും അമ്മേൻ്റെ ഒക്കെ കൂടെ കടയിട്ടത് സൂപ്പർ മാർക്കറ്റ്. നമ്മളെ പൂക്കോട്ടുംപാടം തിയേറ്ററിൻ്റെ എത്തുന്നതിൻ്റെ മുമ്പ്, പൂക്കോട്ടുംപാടത്ത് നിന്ന് പോകുമ്പോൾ തിയേറ്റർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പം ഈ ഭാഗത്തിലെ ആൾക്കാരൊക്കെ ഇതിൽ വരും കേട്ടോ. അപ്പോൾ ഷോപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ആയിക്കോട്ടെ. ഒന്നിപ്പോൾ നമ്മളെ കുക്കിങ്ങിൻ്റെ പ്ലാൻ പറഞ്ഞ പളിയാക്കാൻ വന്ന സാധനം എൻ്റെ കാരണപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. അപ്പോൾ എന്താ വേണ്ടത്? ഈ ബിരിയാണി അരി അല്ലേ? മക്രോണി നമുക്ക് വാങ്ങാം. എടാ ഈ ബിരിയാണി അരി എടുക്കണ കവറുണ്ടോ? കവർ എന്നാ മതി, ഞാൻ എടുത്തുണ്ട്. ആ 2 കിലോൻ്റെ അവിടെ ഉണ്ട് അല്ലേ? ഞാൻ എടുത്തോണ്ട്. ഏതെടുക്കല്ലേ? ജോക്കർ. ഞാൻ ജോക്കറാ വാങ്ങല് ബിരിയാണി അരി. ഒരു മാഗിയോ? ഒരു മാഗി ലിസ്റ്റിലില്ലാത്താണല്ലോ. ഒരു 1 2 3 ഇത് എന്താണ്? എടുത്തോ. 2 പാക്കറ്റ് എടുക്കട്ടെ? ആ 200 എത്രയായി? 88. ഇത് പോയിട്ട് ഉണ്ടാക്കും വേണ്ടേ? അപ്പോൾ ഇതിന് ഭാഗം കൊടുക്കും. ഇപ്പം എന്താ തുറക്കാനാവോ? അപ്പോൾ ഇതൊക്കെ 208 പാടില്ല കേട്ടോ. അളവില് കള്ളത്തരം കാണിക്കുന്നവൾ കറക്റ്റ് 200 ആക്കണം. അതാണ് എനിക്കൊരു ടാസ്ക്. ഇതില് ചെള്ളിയുമ്പോ ഒന്നുമില്ല. ഈ എല്ലാം എടുത്താലോ? അർഹതല്ലാത്ത പച്ചവള 2 ഗ്രാം കുഴപ്പമില്ല, എടുത്തോ. 2 ഗ്രാം അല്ലേ? പറ്റൂല. 198. ഓ എടുത്തോ. അപ്പോയിന്റ് ചെയ്തു. മമ്മൂട്ടിക്ക് നട്സ് തിന്നാ, പക്ഷെ നമ്മൾ മമ്മൂട്ടി നിലവിൽ തിന്നാന്നാല് ശരിയാവില്ല. നമുക്കിപ്പോൾ അവിടെ അല്ലേ നട്സ് പറയാം ആൾക്കാരെ പറയാ. എനിക്കെന്താ വേണ്ടി? വേറെ എന്തെങ്കിലും വേണോ? കാര്യമായിട്ട് വെച്ചേട്ടോ പറഞ്ഞോ. അങ്ങനെ നടന്നു പറയണ്ട. അപ്പൊ എനിക്ക് കുറേ സാധനങ്ങളാണ്. ഒറ്റ പറച്ചില് അതൊരു എടുത്തു വരും. ഞാൻ ഒരു സാധനം പറയാം. ഒരു സാധനം എനിക്ക് പറയാം. അതിന് അപ്പം എടുത്തറ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു. നടക്കാൻ പറ്റില്ല, അവിടെ പോകരുത്. അപ്പം എനിക്ക് പലതും കണ്ണിൽ വരും. പെട്ടെന്ന് 5 സെക്കൻഡ് സമയം തരും. പെട്ടെന്ന് പറയണം. ഞാൻ പറയും ഒന്നും വേണ്ടേ? എന്നാൽ എനിക്ക് എൻ്റെ വക ഒരു മുട്ടായി ഞാൻ തരാം. ഒരു വരിയോ? ഇത് വേണ്ട. 2 മിൽക്കി ബാർ എടുത്തേക്കണേ. ഒന്ന് കുട്ടിക്കും. അതപ്പോ
മോരൊന്നും കൂടിയിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഭാഗത്തില്ലൊക്കെ ഇവിടെ നിന്നാണ് സാധനം വാങ്ങോണ്ടിട്ടോ കാരണം എന്തൊക്കെ ഓഫറുകളൊക്കെ ഉണ്ടല്ലേ വാവേ ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഫുൾ ഓഫർ അപ്പോൾ റേറ്റൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ മാറ്റമുണ്ട് അപ്പോൾ ഒരിട്ടൊന്ന് വന്ന് നോക്കണം വരും അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഒരിട്ടൊന്ന് വന്ന് നോക്കട്ടെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഇതൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം പിന്നെ അപ്പം വേറെ ഷോപ്പ് ഉണ്ട് കേട്ടോ പൂക്കോട്ടുംപാടത്ത് PT സ്റ്റോർ അല്ലേ അത് ഉണ്ട് കൊടുക്കാൻ കഴിയണം 50 വർഷം 40 വർഷമൊക്കെ അല്ലേ 60 വർഷം ഏകദേശം ഒരു 60 വർഷം മുമ്പേ അവിടെ പൂക്കോട്ടുംപാടം ടൗണിൽ ഹോൾസെയിൽ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഗോഡൗൺ താഴത്തുണ്ട് അപ്പോൾ അതിൽ ലോറി എന്നാണ്ട് സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പിന്നെ എല്ലാ സാധനങ്ങളും വേറെ എവിടെ കിട്ടിയതിനേക്കാളും നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടും ഒരുവിധ സാധനങ്ങളൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം നമ്മുടെ വരണം നമ്മളെ സ്വന്തം കടയാണ് അപ്പോൾ എല്ലാവരും വന്നുകൊണ്ട് സഹകരിക്കട്ടോ അപ്പോൾ നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ പോവാണ് ഇനി ബാക്കി നമ്മൾ കുക്ക് ചെയ്തിട്ട് കാണിച്ചു തരും ഓക്കെ പോലെ പോയിട്ടോ വരാം അപ്പോൾ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് തേങ്ങ വിളിക്കാൻ പോകണേ തേങ്ങ അജ്ജ് വിളിക്കുമോ ഞാൻ വിളിക്കണോ ഓക്കെ ഞാൻ വിളിച്ചു തരാം പിടിക്കൂ അപ്പോൾ നമ്മൾ തേങ്ങ വിളിക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പേർട്ടാണ് കണ്ണുമ്പി പൊളിക്കണോ പണ്ട് ഇവിടുത്തെ തേങ്ങയ്ക്ക് ഞാൻ തന്നെ വിളിച്ചിന് അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാളിയിരിക്കുന്നു ഈ തേങ്ങയിലൊന്നുമില്ല സൗണ്ട് ഒക്കെ നോക്കി ഇതില് വെള്ളല്ല ചിലപ്പോ ഫുള്ള് വെള്ളമായിട്ട് സൗണ്ട് കേൾക്കാത്തതോ അല്ലേ ഇത് ഞാൻ ഉടച്ച് കാണിച്ചു തരാം തേങ്ങ ഇത് നമ്മൾ വേറെ 2 തേങ്ങ എടുത്ത് നിൽക്കണ് ഇത് കുലുങ്ങുണ്ട് മറ്റേ നമ്മൾ കുലുക്കി വെക്കാതെ പൊട്ടിച്ചു നല്ല പച്ച തേങ്ങ കേട്ടോ നിങ്ങൾ ഗ്യാപ്പിൽ എക്സ്ട്രാ തേങ്ങ കുളിപ്പിക്കണ്ടല്ലേ നിങ്ങളെങ്ങനെ തേങ്ങ പൊളിച്ചാൻ പഠിച്ചേ പണ്ട് ഞാൻ തന്നെ പൊളിച്ചിനൊക്കെ ആദ്യമൊക്കെ ലാഭായി പെണ്ണുങ്ങൾക്ക് ലാഭായി വെട്ടത്തിരുത്താണി കണ്ടോ ഇങ്ങനെയാണ് തേങ്ങ പൊളിക്കാം കേട്ടോ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുക കയറി ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തേങ്ങ ചിരണ്ടി കൊടുക്കണേ നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അതിപ്പോ ഞാനാ കുക്ക് ചെയ്യണത് ഇതിപ്പോ ആരാ കുക്ക് ചെയ്യുന്നത് ഇന്നലെ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി ലക്ഷ്മിന്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 6 മണി ആക്കണം കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാനായിക്കണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ തന്നെ ഞാൻ എന്ത് ചെയ്ത് ഓടിപ്പോയിങ്ങാണ്ട് ഗ്യാസുമ്മൽ മറ്റേ പഴം പുഴുങ്ങാല്ല മറ്റേ ഇത് വെച്ചതാണ് വെള്ളം വെച്ചതാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഗ്യാസല്ല അടുപ്പാണ് പൊട്ടിത്തെറിച്ച് അപ്പോൾ ഇന്നലത്തെ നമ്മളെ പ്ലാൻ ഫുള്ള് പാളിയായതുകൊണ്ട് ഇന്നലെ ഉണ്ടാക്കിയില്ല ഇന്നിപ്പോൾ പിറ്റത്തെ ദിവസമായിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നെഷ്മ പോവുകയാണ് അപ്പോൾ പൊക്കവട ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പൊക്കവട ക്യാൻസൽ ചെയ്തിരിക്കണല്ലേ പൊക്കവട ക്യാൻസൽ ചെയ്തില്ലേ എന്നിട്ട് ഗ്യാസ് പൊട്ടിത്തെറിച്ചു എന്നല്ല ഞാൻ കാണിച്ചു തരാം ആകെ വിഷയങ്ങളായി ഇതാക്കണേ നോൾട്ടൻ്റെ ഗ്യാസ് ആട്ടത് അതായത് ചില്ലിൻ്റെ അടുപ്പേനി അപ്പോൾ ഈ ചില്ലിൻ്റെ ഇതാ ഈ അടുപ്പ് മറ്റേ ചിലന്തി വല പോലെ കിടക്കണം കേട്ടോ അതിൻ്റെ അതായത് വെറുതെ പൊട്ടിയെടുത്തെറിച്ച് ഈ ചില്ല് ഭാഗ്യത്തിന് മുഖത്തേക്ക് ആവാതെ രക്ഷപ്പെട്ട് പിന്നെ കണ്ടോ ഈ സൈഡൊക്കെ കണ്ടോ മൊത്തം ഇങ്ങനെ പൊട്ടി ചില്ല് ഇങ്ങനെ പൊട്ടി പോകുന്നിക്ക ഇനിയിപ്പോൾ ഇത് നോക്കണം ഇനിയിപ്പോൾ ഈ അടുപ്പൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതായത് ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ ഇടായി ഇങ്ങനെ പൊട്ടി ഈ ഒരു അനുഭവം ആർക്കെങ്കിലും ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ ഇതേമാതിരി അടുപ്പ് പൊട്ടിയത് ഇങ്ങനത്തെ ചില്ലിൻ്റെ അടുപ്പ് പിന്നെ പൊട്ടിയത് ആരുതലൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ ഇത് നോൾട്ടൻ്റെ കമ്പനിയാണ് അപ്പോൾ ഇന്നലത്തെ നമ്മളെ കുക്കിംഗ് അങ്ങനെ ഫുള്ള് പാളി എന്നിട്ട് ഇപ്പോൾ തൽക്കാലം പഴയ ഒരു ഇത് വെച്ചിക്കാണ് മറ്റേ പണ്ടത്തെ നമ്മളെ അടുപ്പ് ഇതിനോട് ഒക്കൂല പാവുന്നു അപ്പോൾ എന്താ വെച്ചാൽ അയിമ്പലാണ് ഇപ്പോൾ ഇത് കുക്ക് ചെയ്യണത് അപ്പം
ഗ്യാസ് ഇങ്ങോട്ട് ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പ്ലാൻ പാളിയത് ഈ ഒരു സംഭവം നടന്നുകൊണ്ടാണ് ഇന്നത്തെ പ്ലാൻ പാളിയത്. അപ്പോൾ നെക്സ്റ്റ് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെ കാണിച്ചു തരാം. പുഴുങ്ങി കഴിഞ്ഞിട്ടാണ് കളയുക, അതൊന്നും അറിയില്ലല്ലേ. നമ്മൾ ഈ പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതുകൊണ്ടേ യന്ത്രങ്ങളുടെ പുറത്തൊന്നും നമുക്കറിയില്ല. വേഗം വേഗം ഇന്നിപ്പോൾ എൻ്റെ ഉന്നക്കായ തിന്നിട്ടെങ്കിൽ ബാക്കി പരിപാടിയുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ നെസ്വ ആദ്യമായി അടുക്കളയിൽ കാല് ചവിട്ടിയിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല, എന്നും കയറലുണ്ട്, പക്ഷെ ഇന്നോടെ ഒറ്റക്കാണ്. അതായത് ഓടെ ഒറ്റക്ക് ഒരു സംഭവം ഉണ്ടാക്കി തരണമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു രുചി അങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അടുപ്പ് ഇന്നലെ പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഇപ്പോൾ ഉമ്മുള്ളത് കേട്ടോ. ഉമ്മ പൊന്നു പോലെ കൊണ്ടുനടക്കുന്ന ചില്ലിൻ്റെ അടുപ്പിനെ ആക്കെ പൊട്ടിത്തെറിച്ച് ഇപ്പോൾ പഴയകാല രൂപത്തിലേക്ക് തിരിച്ചുപോയി. പണ്ടത്തെ അടുപ്പും കാര്യങ്ങളൊക്കെ ആയി. ഇത് എപ്പോഴാ ഇതാക്കണ്ടേ, കോരണ്ടേ? ആവി വരുമ്പോ ആവി വന്ന് കുറച്ച് അപ്പൊ ഇത് വെള്ളത്തിൽ ഇടണ്ടേ? വെള്ളത്തിലല്ല, ആവിയിലാ വേവിക്കുക. ആവിയില വെള്ളത്തിലാവുമ്പോ എന്താ പറയാ, നല്ല വെള്ളം ഇങ്ങനെ ആയിക്കൊണ്ടേ കാരം. ആവിയിലാവുമ്പോ അത്രക്ക് വെള്ളം ഉണ്ടല്ലോ. പുട്ടൊക്കെ ചൂടല്ലേ? അപ്പൊ അടച്ചേക്കണ്ടേ? അടച്ചേക്കണം. അത് ആയിക്കോട്ടെ. അപ്പൊ അവിടുത്തെ ഒന്നുമില്ല, ഇനി ഫുള്ള് ഇജ്ജ ചെയ്യേണ്ടതാണ്. എന്റെ കുക്കിംഗ് ആണ്, അപ്പൊ ഇജ്ജാണ് ചെയ്യേണ്ടത്. ഹെൽപ്പ് ആക്കൂല. ഇതൊക്കെ എന്തിനാ അരിയണ്? മുന്തിരിയല്ലേ? നമ്മള് മൊത്തത്തില് മിക്സ് ചെയ്യല്ലേ, ഉള്ളിൽ ഫില്ല് ചെയ്യല്ലോ, അതുകൊണ്ട് അരിയണത്. ഇതിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചാ പോരെ? നിങ്ങക്ക് വെക്കുവോ? ഇത് കിട്ടാ മതിയോ? ഇങ്ങനെ രണ്ടു പൊട്ടാക്കിയാ മതിയോ? അല്ല, കുറച്ചും കൂടി നല്ല ചെറുതാക്കണം. ഇത് വേറെ ചെറുതാക്കണം. ഒരു കത്തി എടുത്തായിരുന്നു നോക്കി ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ടാ പോരെ? നുറുക്കി എടി പൊട്ടത്തിയേ, ഇത് നമുക്ക് മറ്റേ കല്ലിലിട്ട് കുത്തിയാ പോരെ? അണ്ടിപ്പരിപ്പ് അടിയിൽ, ഇത് ഇവിടെ അതിന്റെ അടിയിൽ. ഇതിലോ? അടി അതല്ല, അതിന്റെ ഈ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ അടിയിൽ. ഇത് മണക്കുവോ? ബാക്കിലാക്കിട്ട് കുത്തിക്കളി. പേപ്പറിൽ വെക്കാം. അല്ല, എന്നാ പേപ്പർ ഈ ഭാഗമല്ല, മറ്റേ ഭാഗം ഇവിടെ വെച്ച് കുത്താൻ പറ്റൂല, അവിടെ വെച്ച് കുത്താം. ഐഡിയ ഉണ്ട്. അപ്പൊ നമ്മള് അണ്ടിപ്പരിപ്പ് ഇതാക്കാട്ടോ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കുക്ക് ചെയ്യുന്ന ആളെന്നെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്യണത് ആരാ ചോദിക്കേ? ആരാ? ഇതവിടെ ഇരിക്കണു. ഇന്നോ? ഇന്നു ബേബി. ടേസ്റ്റ് ചെയ്യണേ? ഇന്നു ബേബിയാണ് ടേസ്റ്റർ. ഇത് പോകുമ്പേ ഉണ്ടാക്കണ സാധനം കൊണ്ടുപോവാ. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു വീട്ടിലത്തേക്ക് ഓരോന്ന് വെച്ച് കൊണ്ടുപോകണം. എന്നിട്ട് വൈകുന്നേരം ആദ്യം ഇജ്ജ് തിന്നിട്ട് അതിന്റെ റിസൾട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇവിടെ എല്ലാവരും തിന്നണം തുടങ്ങും കേട്ടോ. ഓക്കെ, ഇതിപ്പോ എന്താ ഇതിന്റെ മട്ട അറിയില്ല കേട്ടോ. അപ്പൊ നമ്മള് അണ്ടിപ്പരിപ്പ് ചതച്ചു. ഇതുവരെ ഇതോ? അപ്പൊ നല്ല ഇതാവണം. അപ്പൊ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷത്തെ നമ്മളെ ഉന്നക്കായ വ്ളോഗ് ഹനാനും ഞാനും എഴുതിയിരുന്നു. ഇപ്രാവശ്യം ഹനാനെ കിട്ടിയില്ല. അപ്പോൾ നെശ്വൻ്റെ കൂടെയാണ്. അപ്പോൾ ഹനാൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. നോമ്പ് തുടങ്ങിയിട്ട് പോകാൻ കൂടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞ ലേറ്റ് ആവാണ്. കാരണം കഴിഞ്ഞ നോമ്പിന് എന്ന് പറഞ്ഞാൽ പിന്നെ വെക്കേഷൻ ഇനി, അപ്പം ഏപ്രിലിൽ കഴിഞ്ഞല്ലോ കഴിഞ്ഞ നോമ്പ്. അപ്പം സുഖം സ്കൂളില്ലേനി. ഇപ്പം ഞാൻ സ്കൂള് വിട്ടുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈവനിങ് ആ കുക്കിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേനും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കിങ്ങിന് കൊണ്ടെടുത്ത് എത്താത്തത്. അപ്പം ഇനി സ്കൂളില്ലാത്ത ദിവസങ്ങൾ എന്തെങ്കിലും പോകും. ഇന്നിപ്പോൾ സ്കൂളില്ലേനി, പക്ഷെ ഇന്ന് കോട്ടയത്ത് ഒരു പ്രോഗ്രാം, ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിനി. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഇന്ന് പോകാൻ പറ്റിയില്ല. അപ്പം ഇനി എനിക്ക് സ്കൂളില്ലാത്ത ഒരു ദിവസം നോമ്പിന് നമ്മൾ പോവും. അപ്പം അന്ന് നമ്മളെ കുക്കിംഗ് വ്ളോഗ് ഉണ്ടാവും കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പഴം പുഴുങ്ങിയതായിട്ടുണ്ട് അല്ലേ? അതില്ലേ? നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. ഓക്കെ. ഇതിന് വെച്ച് കഴിവ് തെളിയിച്ച എന്നെ ഞാൻ സമ്മതിച്ചിട്ടോ. എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഉണ്ടോ? ചൂടാറിക്കോട്ടെ. ഇത് നമ്മൾ സാധാ പുഴുങ്ങണ ഒരു പുഴുങ്ങാണ് അല്ലേ? ഓക്കെ. അപ്പം ഇന്ന് നമ്മളെ
പിന്നെ ഉന്നക്കായ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മിയമോളും എന്നൊക്കെ വന്നിക്കണം കേട്ടോ. മുത്തുമണിയാണ് അല്ലേ മിയമോളെ? ഇതൊക്കെ നമുക്ക് വറുത്തായിട്ടോ. എന്താണ് വയറ്റും പഴോ? അല്ല, ഇപ്പൊ നമ്മള് പൊടിച്ചു. ആ ഓക്കെ ഓക്കെ. നീ അടുപ്പ് പൊട്ടിത്തെറിച്ച് നോക്കിക്കോട്ടോ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഫസ്റ്റ് എണ്ണ വരണ്ടേ? എണ്ണയിലല്ല, നെയ്യിലാണ്. നെയ്യാ? സെറ്റാവൂലേ? പിന്നല്ല, കൊളായ ഞങ്ങൾ ഉണ്ടാക്കിയത്, നന്നായ ഞാൻ ഉണ്ടാക്കിയത്. ഒക്കെ വീഡിയോ ഉണ്ട് ഇവിടെ. ആരുണ്ടാക്കിയതെന്ന് എല്ലാവർക്കും അറിയാം. വേണ്ടായിക്കോ വേണ്ടായിക്കോ. പൊരിയണ സൗണ്ടൊക്കെ കേൾക്കട്ടെ. ചട്ടിക്ക് ഇടുമ്പോൾ ഒരു ഒച്ചയൊക്കെ വരില്ല. ഒന്നുമില്ല ഇതിന്. അത് ജുക്കയുമൊന്നുമില്ലാതെ ഞാനൊക്കെ ആണെങ്കിൽ സൗണ്ടൊക്കെ വരും. എന്ന സൗണ്ട് ഉണ്ടല്ലോ. നമുക്ക് തലക്കും മഴട്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? അത് നോമ്പിന് കുറ്റമാണ് കേട്ടോ. ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ട് അല്ലേ? വെള്ള ഡ്രസ്സിട്ട് കുക്ക് ചെയ്യണ ഒരേ ജനകാരം അല്ലേ? അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞാൽ നേരെ ഉളവ് വിട്ട് പോവാണ്. അപ്പോൾ അതാണ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കണേ അല്ലേ? 4:30 എത്ര മണിക്ക് ഇറങ്ങേണ്ടി വരും ഇവിടുന്ന്? ഇന്ന് 2 മണിക്ക്. ഇവിടെ കടന്നിട്ട് ചെറിയ സിമ്മിൽ ഒന്നും കൂടി ഒന്ന് ഇതായിക്കോട്ടെ. അതാവാണ്ടാവും. ഒന്നായിക്കോട്ടെ. എന്നിട്ട് പുകയൊക്കെ വരുന്നേ? പുകൊക്കെ വരും, ഗ്യാസ് അല്ലേ. പുകൊക്കെ അല്ല, അടുപ്പിൻ്റെ ഉള്ളിൽ ചട്ടീൻ്റെ ഉള്ളിൽ പുകയൊക്കെ വരുന്നു. നമുക്ക് പഴം തൊലിച്ച് വെക്കാം, അല്ലെങ്കിൽ ഭയങ്കര ചൂടേ കാര്യം. ഓക്കെ, തൊലിച്ചോ. ഇത് ഉടക്കണ്ട? അപ്പം ഉടക്കണം. അതേല ഏലൊക്കെ ചെയ്യും. മണം കേട്ടിട്ടേ എന്തോ ഒരു പന്തി കേട്ടോ. വയറ്റിയതില്ലേ സാധനങ്ങൾ അളിയാക്കാൻ കൊണ്ട് തിരക്കിടില്ല. എന്തായി? അയ്യോ, എന്നേക്കാ തേങ്ങയും കൂടി ഇടണം. അത് ഞാൻ തൊലിച്ച് വെച്ചിട്ട് ഇടാം. തേങ്ങ ആടണോ? വേണ്ട, ഞാട്ടോട്ടെ. ഉണ്ടാക്കൂ. കൈ പൊള്ളി. പോയിക്കോളി, പോയി വെച്ചിട്ട് പോയി. കൈ പൊള്ളിയാലേ പേസ്റ്റും തേങ്ങ നല്ല തേക്കല് കേട്ടോ. 3 നാള് തേങ്ങ തേച്ച് പിന്നെ എന്താ ചുമ്മുവിന് അങ്ങനെയൊക്കെ തേക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ തേച്ചോട്ട് എഴുതിയിട്ടാണ്. കൈ പൊള്ളി നമ്മൾ വെള്ളം കൊണ്ട് കഴിക്കാൻ മതി. ഇതാക്കല്ലേ? നീ തേങ്ങ ഇടട്ടേ? വേണ്ട, ഞാൻ ഇട്ടോളാം. ഞാൻ ഇട്ടോണ്ടേനോട് അതിനൊക്കെ ഒരു രീതി ഉണ്ട്. തേങ്ങ ഇടാനൊക്കെ ഒരു നേക്കണം കേട്ടോ. ഇങ്ങനെ ചെതറിടണം. മുത്തുമണി എന്റെ ആപ്പാപ്പാനുണ്ടല്ലേ ഞാന്. ഇങ്ങനെയാണ് തേങ്ങ ഇട കേട്ടോ. ആയിക്കോട്ടെ. ഇപ്പൊ മോളോട് മാറിക്കാണി നോക്കല്ലേ? ഓഫാക്കിക്കണേ. ഓക്കെ, ഇട്ടോളൂ. തുറന്നാണ്. ഇതെന്താ അടക്കലടച്ചേക്കണേ? തുറക്കാൻ. അപ്പൊ നമ്മള് പഴം, അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പഴം ഉടച്ചു കൊടുക്കുന്നുണ്ട്, കുപ്പിന്റെ പാത്രം തുറന്നു കൊടുക്കുന്നുണ്ട് അല്ലേ? എന്തുമ്മാ? കുറച്ച് ഷുഗറും ആഡ് ചെയ്യട്ടോ. നമുക്ക് പഞ്ചാര ആഡ് ചെയ്യണോ? കുറച്ചൊരു 1 സ്പൂണുണ്ട്.
അപ്പം നമ്മൾ ഇതാ പഴം ഈ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അല്ലാതെയും ചെയ്യാം. മറ്റേ പഴം മാത്രം ആദ്യം കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചുകൊണ്ട് അതിന്റെ മേലെ അടുത്ത സെറ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഉരുണ്ടാക്കാം. അല്ലാതെ ഇത് ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു രസകരം. ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഉണ്ടാക്കാൻ അറിയണ സാധനം പറഞ്ഞല്ലോ ഇപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങിക്കണേ. ഈ സത്യം നീ എന്തുകൊണ്ട് മറച്ചു വെച്ചു ബാലകൃഷ്ണ? ഞാൻ എന്നപ്പച്ച് ഉന്നക്കായ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഉണ്ടാക്കി തയമ്പിച്ച സാധനമാണ് ഇരിക്കണം. ഇതൊരു പരീക്ഷണമാണ് അല്ലേ? മതി, ഇത്ര കൊഴിച്ചാൽ മതി. ഇത് വെള്ളം പോലെ പിളി ആവും. ഓക്കെ, സഹായിച്ചാലും പ്രശ്നം. ഞാൻ നീ ഉണ്ടാക്കി ഉന്നക്കാന്റെ ഷേപ്പ് ആദ്യം ഇജ്ജൊന്ന് അയക്കാം. നിങ്ങളാക്കി ഫസ്റ്റ് നാടകം നിർത്തി. ഇതുവരെ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഇതിന് ഉന്നക്കാന്റെ ഷേപ്പ് ആക്കലാണ് പണി. അത് നോക്ക്. ഈ പഴം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊടാൻ വെക്കൂല. ബിലി ബിലി ഏത് പ്ലേറ്റ് വെക്കാം? വല്ല കട്ട്ലേറ്റ് എന്തേലും ഉണ്ടാക്കിയാൽ മതിയല്ലേ? ഉന്നക്കായ ഉണ്ടാക്കി ഷേപ്പ് തന്നെ ആവണമെന്നൊന്നുമില്ലല്ലോ. ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് ഒരു സർക്കിള് അല്ല, ഞാൻ കാണിച്ചു തരാം. അത് ഉള്ളില് ഒരു മധുരം ആവട്ടെ, വേവൂല, ടേസ്റ്റ് ഉണ്ടാവും. ഒന്നിങ്ങനെ ഒന്ന് വടന്റെ ഷേപ്പിൽ കേട്ടോ. ഇനി ഒരു പെൻഡഗൺ ഉണ്ട് കേട്ടോ, പെൻഡഗൺ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വ്യത്യസ്ത പലതരം ഷേപ്പുകളിലായി ഉന്നക്കായ ഉണ്ടാക്കാൻ പോണ്. ഇതിന്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, അപ്പോൾ കുറേ അപാകതകൾ ഉണ്ടാവും ഇതിന്. നിങ്ങളിപ്പോ എന്താ കാട്ടിക്കേണ്ടത്? അത് ആയിക്കോട്ടെ, കാട്ടിക്കോ. ഞാൻ കാട്ടിന് കുറ്റം വേണ്ട. ഞാൻ പോയി ഒരു പ്ലേറ്റ് ഞാൻ നിർത്തിട്ടോ. നിങ്ങൾ നിർത്തണ്ട തന്നെ നല്ലത്. അതിന്റെ കോലാണല്ലോ. ഞാൻ ഉണ്ടാക്കി കളഞ്ഞോ? ഒന്നാമത് ഇത് പഴമാണ്. പഴം കുറച്ച് ഇത് കൂടിപ്പോയി അല്ലേ? കുറച്ച് ലൂസാണ്. ഫസ്റ്റ് ടൈം അല്ലേ, ഇതൊക്കെ ആൾക്കാർ ക്ഷമിച്ചിട്ടുണ്ടാവും. ഇനി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെർഫെക്ഷനിൽ ഉണ്ടാക്കാം. മൂന്റെ സ്പെഷ്യൽ ചട്ടങ്ങൾ. ഓക്കെ, എന്നാ ചൂട്. ചൂടില് ഞാൻ ചൂടണോ? വേണ്ട. ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്കൊരു അഹങ്കാരമായോ? ഇതൊക്കെ എന്ത് അങ്ങനെയൊക്കെ ഒരു തോന്നലായി എനിക്ക് അല്ലേ? അവസാനമായപ്പോഴത്തേന് ആദ്യത്തെ വട്ടാണ് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ പോണത്. ഇതിലാ പൊരിക്കണത്? ഇത് തിരിച്ചും മറിച്ചോട്ട് പൊരിച്ചാൽ മതി അല്ലേ? അല്ല, നിങ്ങൾക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചാണോ? ഓക്കെ, തിരിച്ചും മറിച്ചോട്ട് പൊരിച്ചാൽ പോരാ? മതി. അപ്പോൾ നെസ്ഫിൻ്റെതായ രീതിയിലാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്പേർട്ടുകളൊക്കെ ചിലപ്പോൾ കാണും. ഇത് മുത്തുമണി എക്സ്പേർട്ടുകളൊന്നും വിചാരിക്കരുത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. കുറെ അമ്മമാരും താത്താരൊക്കെ കാണും, എന്നും ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. ഇതൊക്കെ മുറിനൊക്കെ ചാടുണ്ട്. അപ്പൊ കഴിക്കണു സുഹൃത്തുക്കളെ. അപ്പൊ ഇത് ഉന്നച്ചോറായിട്ടുണ്ട്. ഉന്നക്കായമെന്ന കുട്ടിയുണ്ട്, ഉന്നച്ചോറായിട്ടുണ്ട്. ഇത് ഞെല്ലമ്പാടെ ലാസ്റ്റ് കൂട്ടി കഴിച്ച് വാരി തിന്നതാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഉന്നക്കായമെന്ന് വിട്ടു. താത്ത അങ്ങനെ പറഞ്ഞ നോക്കി എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ മാത്രം കുറ്റാണ്. ഉന്നക്കായമെന്ന് വിട്ടു ചെയ്ത് ചോർമ്മകടെ എത്തിയതുമില്ല. അപ്പൊ എന്താ സാധനം മനസ്സിലാവുന്നത്? ഞാൻ വെച്ച ഷേപ്പിലെങ്കിലും അടിപൊളി. അങ്ങനെയല്ല, ഇത് തിന്നാ അടിപൊളി. കാരണം ഷേപ്പും ലുക്കൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ടേസ്റ്റ് നോക്കിയാൽ മതി. കണ്ടാ മതി. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ഇനുബേബി ഇതിന്റെ ഫാനാവും. വേണ്ടാന്ന് പറഞ്ഞത് ഉണ്ടാക്കണ കണ്ടപ്പോ തന്നെ വേണ്ട നോക്കല്. പക്ഷെ ഒരു കാര്യം നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ?
നിങ്ങൾ അത്ര സൂം ഒന്നും ചെയ്ത് കാട്ടി കൊടുക്കല്ലേ കാശി. എന്താണ് നിങ്ങള് ആൾക്കാർ എന്റെ കുക്കിംഗ് ഒന്ന് കാണട്ടെ. കട്ട്ലേറ്റ് ഉണ്ടാക്കിയാൽ മതി. ആരെ ഉന്നക്കായന്റെ പ്ലാൻ പറഞ്ഞത് നിങ്ങളല്ലേ? കട്ട്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ അടിപൊളിയാക്കി ഉണ്ടാക്കിയിരുന്നു കേട്ടാ. ഞാൻ ഇന്ന് നാളെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഓക്കെ തിന്നോ? എടാ എനിക്കിത് തിന്നണ്ടേടാ. ഇന്നുന് ഞാൻ ചെറുതുണ്ടാക്കിക്കണോ? കുട്ടി കുഞ്ഞക്കായ വേണ്ടേ? 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 വേണ്ട. ഇന്നൊരു വേണ്ട. അപ്പൊ ഒരാളിപ്പോ തന്നെ ഉണ്ടാക്കുന്ന കൊലം കണ്ടാണ്ട് വേണ്ടാറുണ്ട്. പല അപാകതകളും ഉണ്ട്. അങ്ങനെ കൊണ്ടുപോയി ഓക്കെ ഓഫാക്കിക്കണേ. ഓഫാക്കി ശരിക്ക് ചോറാവുണ്ട്. ഇതെന്താ ഉണ്ണിയപ്പോ? അപ്പനെ ഒന്ന് കൊടുക്കടാ. ആന്റിനെ കളിയാക്കണ നോക്കിയാ. ഉന്നക്കായ പറഞ്ഞാണ്ട് ഇപ്പൊ ഉണ്ണിയപ്പത്തുമ്പോ എത്തിക്കണേ. ഇതൊരു കാര്യം ചെയ്തു, ഇതെല്ലാം പോകുമ്പോ കൊണ്ടേക്കട്ടോ. ഇവിടെ വെക്കണമെന്നില്ല കേട്ടോ. ഞാനെന്തരോ ഇത് സംഭവം ടേസ്റ്റ് ഇല്ലായിട്ടല്ല, ഞാൻ എണ്ണക്കടി കൂട്ടൂല കേട്ടോ. മോളെ പോകുമ്പോ ആന്റി പോകുമ്പോ കൊണ്ടേക്കോട്ടെ അല്ലേ? ഞങ്ങളൊക്കെ എണ്ണക്കടി കൂട്ടാത്ത ആൾക്കാരാണ്. പറയാൻ മറന്നുപോയി. പഴം ലൂസായി. നിങ്ങളാണ് പഴം കുഴച്ചത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ. മനസ്സിലായോ? അല്ല മറിച്ചിടാൻ സഹായിക്കുമോ? ഇത് പഴം ലൂസായതുകൊണ്ടോ ഇങ്ങനെ ആയത്. നിങ്ങൾ എന്തിനാ പഴം ഇങ്ങനെ കുത്തി അടിച്ച്? ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്ക. നിന്റെ മനൊന്ന് വിളിച്ചോ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിന്? ഇങ്ങോട്ട് വേദി. ഇത് ഉന്നദോശയിക്കണു. കൊണ്ടേക്കോട്ടെ പോകുമ്പോ എന്നെ കൊണ്ടേക്കോട്ടെ. ഇങ്ങോട്ട് വേദി. അതുണ്ടല്ലോ പഴം ലൂസായിട്ട് പറിച്ചിട്ടോ. ഇല്ല, ചട്ടകം പൊള്ളിച്ച് വെക്കണം. ഞങ്ങളേ ഇന്ന് മുതൽ ഇവിടെ എണ്ണക്കടി കൂട്ടണില്ല. ഇന്ന് മുതൽ നമ്മളെ എണ്ണക്കടി കൂട്ടണില്ലല്ലോ. പോകുമ്പോ കൊണ്ടിക്കോട്ടെ. അപ്പൊ നമ്മളെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എന്ത് കാര്യം? അത് ഞാൻ പറഞ്ഞുതരാം. അത് പഴം ഉടച്ചത് കൂടിപ്പോ. ആരാ പഴം ഉടച്ചേ? ഇതിന് എന്താണ് പറയണ്ടത് നിങ്ങൾ എല്ലാരും പറയട്ടോ. എന്ത് കായാണ് ഇതിനൊക്കെ ഉന്നക്കായ പറയാൻ നോക്കണ്ടല്ലോ എനിക്ക്. ഇത് ഉന്നക്കായ അല്ല, അത് പുതിയൊരു ഡിഷാണ്. അപ്പൊ കണ്ടിട്ട് എല്ലാരും അഭിപ്രായം പറയട്ടോ. അപ്പൊ ഇവിടെ എന്താ ശരി കഴിഞ്ഞാലും ഞാനും എന്നാനൊക്കെ ഉന്നക്കായ ഉണ്ടാക്കേണ്ടപ്പോഴേ ഇവര് ഉണ്ടാക്കണെങ്കിൽ നമ്മക്കും ഉണ്ടായിക്കൂടെ ലെവലിൽ ഉണ്ടാക്കാൻ നിന്നാണ്. എനിക്കും അറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം നമ്മള് ജസ്റ്റ് ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ബാക്കിയൊക്കെ ഓളനെ ചെയ്തത്. അപ്പൊ ലാസ്റ്റ് ആയതാണ് കേട്ടോ കടക്കക്കായ. കുക്കിന് എന്താ പറയാല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? കുക്കിന് പഴം ആരാ ആക്കി തന്നത്? പഴം ഞാനാക്കിയത്. പഴം ലൂസായതല്ലമ്മ. അപ്പൊ എന്താണ് നമ്മളെ ഉന്നക്കായ കേട്ടോ കരിഞ്ഞാകെ. ഫസ്റ്റ് വട്ടാകുമ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവും. ഞാൻ അടുത്തത് ഞാൻ അടിപൊളിയാക്കി. ശരി ഇപ്പൊ നിങ്ങളോട് ഒന്നായോ? പിന്നെ കൊളായ പിന്നെ കൊളായി ഞാൻ ഇല്ലല്ലോ അവര് പറയുന്നതാണ്. നിങ്ങളൊന്നും ഉണ്ടാക്കി കാണേ. ഉണ്ടാക്കും. ആയിക്കോട്ടെ, അടുത്ത ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങള് കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഉന്നച്ചോറ് റെഡി ആയിട്ടോ. അപ്പൊ ഉന്നച്ചോറ് റെഡി. അപ്പൊ നമ്മളെ കുക്ക് ഇതായിരുന്നു. നമ്മളെ ആ ഒരു പറയപ്പെട്ട കുക്ക് ഇതാണ് ഉന്നച്ചോറ് ഉണ്ടാക്കി തന്ന. താങ്ക് യു.
അപ്പൊ ഇന്ന് താങ്കൾ വീട്ടിലേക്ക് പോകണല്ലേ? പോവാണ്. ഇതോടുകൂടി നമ്മക്കൊക്കെ ഒന്ന് തന്നുകൊണ്ട് വീട്ടിൽ പോകാതാണ് വിചാരിച്ചിരിക്കണത് അല്ലേ? അപ്പൊ ഇത് പാക്ക് ചെയ്താണ് മോക്കന്നെ കൊടുത്തേക്കാം. കൊണ്ടേക്കോ ജിമ്മാക്കോ കൊണ്ടേക്കും. ഉമ്മ ഞാൻ ഉണ്ടാക്കിയ ടൈറ്റ് ആക്കിക്കാണ്ട് മിക്സ് ചെയ്യണോ? എന്നാ റെഡി ആവല്ലേ? 2 പഴം കൂടി പുഴുങ്ങിക്കാണ്ട് അല്ലെങ്കിൽ മൈദപ്പൊടി ഇടണോ കുറച്ച്? പുതിയ ഐഡിയകളൊക്കെ ആലോചിച്ചു കേട്ടോ. ഇനിയിപ്പോ ഇത് നേരാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അത് ആടി ഇപ്പൊ ഞാൻ നിന്നോണ്ടാണ് എനിക്ക് അത്രയും തേങ്ങ ഒളിച്ചെന്ന് എന്തൊക്കെ കാട്ടിത്തന്ന് പഴം ഉടച്ചെന്ന്. അപ്പൊ സുഹൃത്തുക്കളെ രക്ഷകയായിക്കൊണ്ട് ഇമ്മു വന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് വേറൊരു ഐറ്റം ആക്കി മാറ്റാൻ മുമ്പ് പറയുന്നത് കൺവേർട്ട് ചെയ്യാൻ. കുഞ്ഞു ബോളാക്കി പൊരിക്കും. എങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടാക്കിയിട്ടാണ്. ഇമ്മുവിന്റെ അടുത്ത് പല ഐഡിയകളും ഉണ്ടാവും. അല്ല സാധനം വേസ്റ്റ് ആവില്ല. കുഞ്ഞു ഉണ്ടാക്കി പൊരിച്ചൂടാ ആക്കും. അപ്പൊ ഇമ്മ അത് ഒറ്റ അപ്പാക്കി മാറ്റുന്ന മറ്റേ അടയൊക്കെ ചൂടുന്ന മാതിരി ഒരു അപ്പാക്കി മാറ്റാന്ന് പറഞ്ഞത്. എന്നാലും ഇത് കളയില്ലേ. പിന്നെന്താ വെച്ചാൽ ഇമ്മ ഇവിടെ അല്ലാണ്ട് ഇത് വേസ്റ്റ് ആവില്ല. ഇവിടെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ആരും ഒന്നില്ലെങ്കിൽ ഇമ്മ ഒന്നും. അപ്പൊ ഇമ്മ ഇല്ലോണ്ട് എനിക്ക് എന്ത് ചെയ്യാ? അപ്പൊ ഇമ്മ ഇല്ലോണ്ട് എനിക്ക് ആശ്വസിക്കാം. സാധനം എന്ത് ചെയ്യൂല, വേസ്റ്റ് ആവില്ല. എങ്ങനെ ഉണ്ടെങ്കിൽ അനുഭവം എങ്ങനെ കുക്കിംഗ് അനുഭവം എങ്ങനെ ഉണ്ടായിനി? തുടക്കത്തിൽ ഒരു ആവശ്യം ലാസ്റ്റ് ഇല്ല ഒന്നിന്. അപ്പൊ നിഗമനത്തിൽ എത്തിയത് എന്താ വെച്ചാൽ പഴത്തിനാണ് ഇപ്പൊ കുറ്റം. ഉണ്ടാക്കി നോക്കൊരു കുഴപ്പമില്ല, പഴത്തിനാണ് കുറ്റം. പോവുണ്ട് കീറ അടിച്ചോണ്ട് ഇപ്പൊ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട്. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പിന്നീട് ശരിയായിരുന്നൊക്കെ. ഞാൻ ഗ്യാസ് ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. എന്ത് നിങ്ങളവർക്ക് ഗ്യാസ് ഒന്നും പൊട്ടിച്ചിട്ടില്ല? ഗ്യാസ് ഞാൻ കൽപ്പിച്ചോട് പൊട്ടിച്ചല്ലോ. അന്ന് വിളിച്ചോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഉന്നക്കായ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഉന്നക്കടക്ക വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ജസ്റ്റ് ഒരു ചെറിയ കുട്ടിക്കൊന്നും കൊടുക്കല്ലോ, കുട്ടിക്കൊന്നും കൊടുക്കല്ലോ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നെക്സ്റ്റ് ഉണ്ടാക്കിയ. മണത്തിനാണ് കുരക്കണ അറിയില്ല, കുറെ നേരം കുരക്കണ നല്ല മണല്ലേ. അപ്പൊ ഇതാണ് ഉന്നക്കടക്ക കേട്ടോ. നെക്സ്റ്റ് ഉണ്ടാക്കിയ ഉന്നക്കടക്കയാണ്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞാൽ ഉണ്ടാക്കിയത് കണ്ടിന്യൂ. അനാന്റെ വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ കണ്ടു നോക്കി ചെയ്യും. എന്നിട്ട് ഇനി തിരിച്ചു വരണമെന്ന് ശരിക്കും ഉണ്ടാക്കാൻ നോക്ക് കേട്ടോ. പലതരം കുറ്റം പറഞ്ഞത് കാര്യമില്ല. അപ്പൊ നമ്മളെ ഈ ഒരു ഉന്നക്കടക്ക ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഇനി നോമ്പർ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഏതായാലും നല്ല മണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിന് കുഞ്ഞു പിടിച്ച് കണ്ട നോക്ക്. ഉണ്ടാക്കി കൊളാക്കിയാണ്ട് അതിന് കുഞ്ഞു പിടിച്ചതൊരു കാര്യമില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇമ്മുവിൻ്റെ അടുത്ത് പുതിയ ടെക്നിക്ക് ഉണ്ട് പറഞ്ഞത്. ഇമ്മ ഇതൊരു അപ്പാക്കി മാറ്റും പറഞ്ഞത് എല്ലാം കൂടെ ചേർത്തുകൊണ്ട്. ഇതൊരു മറ്റേ കേക്ക് കട്ട് ചെയ്തതിന് ഇമ്മ കട്ട് ചെയ്തതിന് ഇമ്മ വേസ്റ്റ് ആവില്ല സാധനം. ഡോണ്ട് വറി. കാരണം അതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഴം, തേങ്ങ, നെയ്യ് എല്ലാം നല്ല നല്ല സാധനങ്ങളാണ്. അപ്പോൾ അത് വേസ്റ്റ് ആക്കില്ല. എന്തായാലും ഇതിപ്പോൾ എങ്ങനെയല്ല നമ്മൾ തിന്നാൽ മതി, ഷേപ്പായിട്ടില്ലാവുള്ളൂ. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ കരിഞ്ഞിക്കണില്ല ഇതിൻ്റെ തോട്. ഇത് ഇങ്ങനെ മനഃപൂർവ്വം കരിച്ചാണ് അങ്ങനെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഉന്നക്കായ വ്ളോഗ് ഈ ഒരു സന്ദർഭം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നഷ്മന്റെ ആദ്യത്തെ കുക്കിംഗ് കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ കട്ട്ലേറ്റിൽ എക്സ്പെർട്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു കാര്യം എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വരുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഇവിടുന്ന് ഉണ്ടാക്കണ്ട. എന്താ ചോറ് എന്താ ഷേപ്പില് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ചെറിയ വ്യത്യാസം നല്ല വ്യത്യാസം. ചെറിയ വ്യത്യാസം പറഞ്ഞ ചെറുതാക്കല്ലേ. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് മിയമോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടോ. ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ചൂട് 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 എന്നോ അങ്ങനെ തിന്നാൻ പറ്റൂലടാ. അത് ഒരു ചൂട് തീരെ പറ്റൂലല്ലടി. കൊടുക്ക് കുട്ടി കൊറേ നേരമായി. ചൂടുണ്ടേ, ചെറുത് കൊടുത്താ മതി. ഒക്കെ പോണം കൊടുക്കണ്ടേ. ണ്ടോ ഒറിജിനൽ റിവ്യൂ ഇപ്പോഴാണ് വന്നത്. തിന്നുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കുട്ടീന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടോ. എന്നോ ടേസ്റ്റ് ഉണ്ടോ? ഇതെന്താ ഉണ്ടാക്കിക്കണത്? കുട്ടി മുണ്ടല്ലോ.
അനി ഉണ്ടാക്കിയത് ഇഷ്ടമുണ്ടോ? പോരി അവിടെ നിന്ന് മനുഷ്യനെ കൊല്ലാൻ ഓരോന്ന് തന്നിട്ട്. അല്ല എന്നോ ടേസ്റ്റ് ഉണ്ടോ? നീ കുട്ടി മുണ്ടില്ല കേട്ടോ. സംസാരിച്ച ഇഷ്ടപ്പെട്ടു എന്നോ അഭിലാഷേ എന്നോ രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഷേപ്പിന് മാത്രം. അപ്പൊ ഇതാണ് നമ്മുടെ ഉന്നക്കായന്റെ റിവ്യൂ കേട്ടോ. ഈ കൂടുതൽ റിവ്യൂവിന്റെ ആവശ്യമില്ല. ഇതിപ്പോ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഫുൾ റിവ്യൂ കിട്ടി ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ ആസ്വദിച്ച് തിന്നാണത്. അപ്പൊ ഉന്നക്കായ മേക്കർ ഇതാട്ടോ. ഇനി വേണടാ എന്റെ മിയമോക്ക് ഇഷ്ടമായിരുന്നു. ഓള് പിന്നെ തിന്നു. ഒറിജിനൽ റിവ്യൂ അവിടെ നിന്ന് വരുന്നുണ്ട്, കുട്ടീൻ്റെ അടുത്ത് വരുന്നുണ്ട്. നിന്റെ ഐശു നാളെ വരട്ടെ ബുക്ക് കൊടുത്തു. ഞാൻ ഐശു പാത്രം ഇങ്ങനെ തക്കാടിച്ചല്ലേ കാരണം ഓളൊന്ന് വിളിച്ചാണി. ഉണ്ണിക്കായ വിളിച്ചിട്ടെ.